പോങ്ങൻ ഒരു നല്ലൊരു ക്രൈസ്തവനാണ്, ക്രൈസ്തവ ഭാരതത്തിന്റെ ഒരു പൗരൻ. കൃഷ്ണനോടൊപ്പം ക്രിസ്തുവിനെ ചേർക്കുന്നതിനകത്തോ അതല്ലെങ്കിൽ മുരുകനോടൊപ്പം മുഹമ്മദിനെ ചേർത്ത് വെക്കുന്നതിനകത്തോ ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഭാഗം മേടിച്ചു പോയതാണ് മതത്തിന്റെ പേരിൽ, സാഹോദര്യം ഉപേക്ഷിച്ചുകൊണ്ട്, ശത്രുത സ്വീകരിച്ചുകൊണ്ട്. എന്ത് നേട്ടത്തിന്റെ പുറത്തായാൽ പോലും രാഷ്ട്രീയ കക്ഷികൾ ഇത്തരം കാര്യങ്ങളിൽ ഇവരെ പിന്തുണയ്ക്കുക എന്ന് പറയുന്നത് വരുന്ന തലമുറയോടും ഈ നാടിനോടും കാണിക്കുന്ന വലിയ ക്രൂരതയാണ്. ഈ ഒരു നീക്കത്തോട് പ്രതിഷേധിക്കുന്ന നിലയിൽ തന്നെ മാധ്യമങ്ങൾ അവരുടെ ധർമ്മം നിർവഹിക്കാനുമുള്ള ശ്രമം നടത്തുന്നില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഭയത്തിന്റെ പുറത്തായാലും അത് സ്വാർത്ഥതയുടെ പുറത്തായാലും അത് മറ്റെന്ത് ലാഭത്തിന്റെ പുറത്തായാലും അത് തെമ്മാടിത്തരമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. പള്ളിക്കൂടം എന്ന വാക്കിന് മലയാളത്തിൽ വിദ്യാലയം എന്നാണല്ലോ അർത്ഥം. ആ നിലയിൽ നോക്കിയാൽ ഈ കാഴ്ചയെ ഇങ്ങനെ പറയാം: ഇടതുവശത്ത് പള്ളിക്കൂടം, വലതുവശത്ത് പള്ളി. മൂവാറ്റുപുഴ നിർമ്മല കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ കൂടി ചെയ്യാൻ പോങ്ങൻ നിർബന്ധിതനായിരിക്കുകയാണ്. പോങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് ശ്രീമാൻ നൌഷാദ് അറക്കൽ എന്ന് പറയുന്ന നമ്മളുടെ ഒരു സഹോദരനാണ്, സഹജീവിയാണ്. അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് അല്ലെങ്കിൽ ഒരു ട്രോൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഇന്ത്യ പോലൊരു മതേതര രാജ്യത്ത് കുട്ടികൾക്ക് നിസ്കരിക്കാൻ സൗകര്യം കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ ആ മതേതരത്വത്തിൽ നമുക്ക് വിശ്വാസമില്ലച്ചോ എന്നാണ് നൌഷാദ് അറക്കലിന്റെ വർത്തമാനം. എന്തായാലും ഇതിനോടനുബന്ധിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ചെറിയ കുറിപ്പ് കൂടിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: കോളേജിന് മുസ്ലിം വിദ്യാർത്ഥികളുടെ പണം വേണം, എന്നാൽ അവർക്ക് നിസ്കരിക്കാൻ അനുവാദമില്ല. വമ്പൻ വിഡ്ഢിത്തമാണ് ഇദ്ദേഹം പറഞ്ഞത്. പക്ഷേ നൌഷാദ് അറക്കൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അത്തരം വിഡ്ഢിത്തങ്ങൾ പറയാനുള്ള അവകാശമുണ്ട്. ഇതിലെ വിഡ്ഢിത്തം മാറ്റിവെക്കാം. ഒരു അവിവേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോളേജിന് മുസ്ലിം വിദ്യാർത്ഥികളുടെ പണം വേണ്ട എന്നാണ് നമ്മളുടെ ഈ കോളേജ് തീരുമാനിക്കുന്നതെങ്കിൽ, നിർമ്മല കോളേജ് തീരുമാനിക്കുകയാണ് ഞങ്ങൾക്ക് ഇന്ന കൂട്ടരുടെ പണം വേണ്ട. അതിൻ്റെ അർത്ഥം എന്താ? ആ സമുദായത്തിൽപ്പെട്ടവർക്ക് അവിടെ പഠിക്കാനുള്ള അവസരം അവർ നൽകുന്നില്ല. എങ്ങനെയായിരിക്കും അത്തരമൊരു സാഹചര്യത്തോട് നൌഷാദ് അറക്കൽ പ്രതികരിക്കുക? മതം നോക്കി ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുക എന്ന് പറയുന്നത് മനുഷ്യവിരുദ്ധതയല്ലേ? അതെങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും? ഈ ക്രിസ്ത്യൻസിന്റെ ഒരു പ്രാർത്ഥന ഉണ്ട്, വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾക്കൊരു തേർഡ് പീരീഡ് ആകുമ്പോഴത്തേക്കും ഞങ്ങളും അതിന് കുഴപ്പമില്ലേ? കേട്ടില്ലേ? നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞതാണ്, ഒരിക്കൽ കൂടി പറഞ്ഞു മുഷിയുന്നില്ല. ഇതിനകത്ത് ഈ നൌഷാദ് അറക്കൽ പറഞ്ഞതും ഈ കുട്ടി പറയാൻ ശ്രമിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ രാജ്യം ഒരു മതേതര രാജ്യമാണ്. അപ്പൊ അതുകൊണ്ട് നിർമ്മല കോളേജിൽ ക്രൈസ്തവ കുട്ടികൾക്ക് പ്രാർത്ഥിക്കാൻ അവകാശമുണ്ടെങ്കിൽ ഇതര മതസ്ഥർക്കും അവകാശം വേണം എന്നുള്ള ഒരു ധ്വനിപ്പ് അതിനകത്ത് വരുന്നുണ്ട്. പരിപൂർണമായിട്ടും അത് തെറ്റാണ്. അതായത് ഈ മതേതരത്വം എന്ന് പറയുന്ന ഒരു ഭാരമല്ല ഇന്ത്യയുടെ. ഈ ഭാരതം എന്ന് പറയുന്ന ഒരു മഹാരാജ്യത്തിന്റെ ഭാരമല്ല മതേതരത്വം എന്ന് പറയുന്നത്. അന്നത്തെ ഇവിടുത്തെ ഭരണാധികാരികൾ ഇത് മതേതര രാഷ്ട്രമായിട്ട് നിലനിർത്തിയതിന്റെ പിന്നിൽ ഒരുപക്ഷെ അവരുടേതായിട്ടുള്ള എന്തെങ്കിലും കടന്ന ചിന്തകൾ കണ്ടേക്കാം, സ്വാർത്ഥ താല്പര്യങ്ങൾ കണ്ടേക്കാം. അതൊന്നും നമുക്ക് അറിയില്ല, ചരിത്രത്തിലേക്ക് ചികഞ്ഞു പോകേണ്ട കാര്യവുമില്ല. പക്ഷേ മതേതരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വ്യക്തികൾക്കും പ്രസ്ഥാനങ്ങൾക്കും സംഘടനകൾക്കുമൊക്കെ അവരവരുടേതായിട്ടുള്ള താല്പര്യങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട്, അല്ലേ? അങ്ങനെയാണല്ലോ അത് മനസ്സിലാക്കണ്ടേ. അതായത് മുസ്ലിം സമൂഹത്തിന് അവരുടേതായിട്ടുള്ള ആരാധനാലയങ്ങളും ആതുരാലയങ്ങളും ഒക്കെ നടത്താനുള്ള അവകാശമുണ്ട്. ക്രൈസ്തവ സഭകൾക്ക് തീർച്ചയായിട്ടും അതുപോലുള്ള അവകാശമുണ്ട്. ഹൈന്ദവ സംഘടനകൾക്കും ആവശ്യമുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യാം. എല്ലാവർക്കുമുണ്ട്, അല്ലെ? എല്ലാവരും അവരവരുടേതായിട്ടുള്ള താല്പര്യങ്ങളും അവരവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾക്കും ചിട്ടകൾക്കും നിയമങ്ങൾക്കും അനുസരിച്ച് കൊണ്ട് തന്നെയാണ് പോകുന്നത്. നിയമവിരുദ്ധമായിട്ടല്ലാതെ ഏത് നിലയ്ക്കും സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള അവകാശം ഈ മതേതര രാഷ്ട്രം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അത് നിർമ്മല കോളേജിനുമുണ്ട്. നിർമ്മല കോളേജ് നടത്തുന്ന സഭയ്ക്ക് അവരുടെ താല്പര്യങ്ങൾ, അവരുടെ സമുദായ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് ആ സ്ഥാപനത്തിലേക്ക് നമ്മൾ ആര് പോകുമ്പോഴും മനസ്സിലാക്കേണ്ടത്, ഇതര മതസ്ഥരോ ഇതര സമുദായത്തിൽപ്പെട്ടവരോ പോകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു അതിഥി ബുദ്ധി, അത്തരം ഒരു ബുദ്ധി സൂക്ഷിക്കുന്നത് തന്നെയാണ് നല്ലത്. നമ്മളൊരു അതിഥിയായി, നമ്മളൊരു ആവശ്യത്തിനാണ് അവിടെ പോകുന്നത്. നിർമ്മല കോളേജിലേക്ക് നമ്മൾ പോകുന്നത് പ്രാർത്ഥിക്കാനല്ല, പഠിക്കാനാണ്. അവിടെ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ചോർന്നു പോവാതെ നോക്കുക എന്ന് മാത്രമേ ഇതര മതസ്ഥരായിട്ടുള്ള ആളുകൾക്ക് ചെയ്യാനുള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അവസരം വേണമെന്ന് പറയുന്നതിനകത്ത് യാതൊരു യുക്തിയുമില്ല, അതിനകത്ത് ന്യായവുമില്ല, അതിനകത്ത് നീതിയുമില്ല. അവിടെ ഒരു വർഗീയ ബുദ്ധിയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളുമല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രൈസ്തവ സഭയുടെ സ്കൂളുകളിലും കോളേജുകളിലും ക്രൈസ്തവരായിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ മതസംബന്ധിയായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അത് നടത്താനുള്ള അവകാശം അവർക്കുണ്ട്.
അതുകൊണ്ട് ഇതര മതസ്ഥരായിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും ബഹളം വെക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞു വന്ന ഇതേ ഉള്ളൂ, മതേതര രാഷ്ട്രമാണെന്നും പറഞ്ഞുകൊണ്ട് ക്രൈസ്തവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കോളേജിലോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള എന്തെങ്കിലും ചിട്ടകൾക്കും നിഷ്ഠകൾക്കും ആചാരത്തിലും ഒക്കെ ചെന്നുകൊണ്ട് നമ്മൾ കൈകടത്തുക അല്ലെങ്കിൽ ഇതര മതസ്ഥർ കൈകടത്തുക എന്ന് പറയുന്നത് അത് മതേതരത്വത്തിന്റെ പരിധിയിൽ വരുന്നതല്ല. ഇത്തരം കാര്യങ്ങളെ അങ്ങനെയുള്ള പാകതയോടുകൂടി നോക്കി കാണുക തന്നെയാണ് ചെയ്യേണ്ടത്. എന്നു മാത്രവുമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം വിവേകങ്ങളും ചില ചിട്ടകളും ചില നിഷ്ഠകളും ഒക്കെ കൊണ്ട് തന്നെയാണ് ഒരു മനുഷ്യൻ മനുഷ്യനാവുന്നത്. അല്ലെങ്കിൽ വെറും രണ്ടുകാലി മാത്രമായിട്ട് പോവും, അല്ലേ? ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അടുക്കളയിൽ നമ്മൾ അപ്പിയിടാറില്ല, കിടപ്പുമുറിയിൽ തീർച്ചയായിട്ടും നമ്മൾ മൂത്രിക്കാറില്ല, തീൻമേശയിൽ നമ്മൾ തുണി അലക്കാറില്ല. ഇതിനൊക്കെ നമ്മൾ കൃത്യമായ ഓരോ ഇടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മനുഷ്യൻ മനുഷ്യനാവുന്ന അത്തരം ചില ചിട്ടകളും അത്തരം ചില ശീലങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ പള്ളിക്കൂടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാനുള്ളതാണെന്നും പള്ളി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാനുള്ളതാണെന്നും മനസ്സിലാക്കാനുള്ള വിവേകം നമുക്കൊക്കെ ഉണ്ടാവണം. പള്ളിക്കൂടത്തിലേക്ക് പോകുന്നത് പഠിക്കാൻ വേണ്ടിയാണ്. പള്ളിക്കൂടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പള്ളി ഉണ്ടെങ്കിൽ അവിടെ പ്രാർത്ഥിക്കാൻ കൂടി അവസരമുണ്ട് എന്നുള്ളതല്ല, പഠിക്കാൻ മാത്രമേ അവിടെ അവകാശമുള്ളൂ, അവസരമുള്ളൂ. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ മുട്ടിയാൽ തന്നെ ഒന്നുകിൽ അത് അടക്കുക, തീരെ നിവൃത്തിയില്ലാത്ത പക്ഷം ഈ പറയുന്ന നിർമ്മല കോളേജിന്റെ തൊട്ടടുത്ത് ആ ഗേറ്റിനോട് ചേർന്ന് അല്പദൂരം, ഒരു 50 മീറ്റർ പോലും വേണ്ട, ഒരു 10 ചുവട് വെച്ച് കഴിഞ്ഞാൽ അവിടെ പള്ളിയുണ്ട്. അങ്ങോട്ടേക്ക് ഓടിപ്പോയാൽ പോരെ. ഇനി പെൺകുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും അവിടെ പ്രവേശനമില്ല എന്നുണ്ടെങ്കിൽ അതിന് കോളേജ് അധികൃതർക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അതൊരു മതത്തിന്റെ ആഭ്യന്തര കാര്യമാണ്. വിശ്വാസികൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്തുകൊണ്ട് കാലികമായിട്ടുള്ള പരിഷ്കാരം അവിടെ വരുത്തണം എന്നുണ്ടെങ്കിൽ അവർ വരുത്തിക്കോട്ടെ. അത് തീർച്ചയായിട്ടും ആ മതത്തിൽപ്പെട്ടവരുടെ ആചാരമാണ്. അതിൽ മറ്റാർക്കും അവകാശമില്ല കൈകടത്താൻ. അങ്ങനെ കൈകടത്താൻ അവകാശം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും SFIക്കാർ അത് സാധിച്ചു കൊടുക്കില്ലായിരുന്നു. SFIക്കാർക്ക് വിവേകമില്ലാത്തതുകൊണ്ടാണോ? അവർക്ക് വകതിരിവുണ്ട്. അവർക്കറിയാം അങ്ങനെ ഇതര മതസ്ഥരുടെ കാര്യങ്ങളിലൊന്നും അങ്ങനെ കൈകടത്താൻ പാടില്ല എന്ന്. പിന്നെ ശബരിമല വിഷയത്തിൽ അവർക്ക് ചെറിയൊരു തെറ്റുപറ്റി മാത്രം. ശബരിമലയിൽ സ്ത്രീ പ്രവേശനമൊക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് വനിതാ മതിൽ കെട്ടിയപ്പോൾ തട്ടമിട്ട ആളുകളെ, മതസ്ഥകളായിട്ടുള്ള മംഗമാരെ വരെയും റോഡിൽ കൊണ്ടിറക്കി. എന്തുമാത്രം തെറ്റായിട്ടുള്ള സന്ദേശമാണ് അത് കൊടുത്തത്, അല്ലേ? ശബരിമല എന്ന് പറയുന്നത് വിശ്വാസികളായിട്ടുള്ള ഹൈന്ദവ വിശ്വാസികളുടെ ഒരു ക്ഷേത്രമാണ്. അതൊരു ദേവാലയം എന്ന നിലയിൽ നമ്മൾ അതിനെ ഒരു പരിശുദ്ധിയും പവിത്രതയും കൽപ്പിച്ചുകൊണ്ട് തന്നെ നമ്മൾ സമീപിക്കുന്നതാണ് മര്യാദ. അതൊരു വിനോദ കേന്ദ്രമല്ല, അല്ലേ? അപ്പോൾ കോടതിയിൽ ഒരു വിധിയുണ്ട്. കോടതി വിധിയുടെ മറവിൽ അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിൽ ഒരു ആവലാതി വരികയാണ്. പെൺകുട്ടികൾക്ക് അവിടെ പ്രവേശനം നിഷേധിക്കുന്നു. സ്വാഭാവികമായിട്ടും കോടതിക്ക് മുന്നിൽ ഇത്തരം ഒരു വിഷയം വന്നാൽ കോടതി വിശ്വാസികൾക്ക് അനുകൂലമായി തന്നെ പ്രതികരിക്കണമെന്ന് പറയാൻ പറ്റില്ല. കോടതി കുറച്ചുകൂടി പരിഷ്കൃത ബുദ്ധിയോടുകൂടി നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഏതെങ്കിലും വിശ്വാസികളായിട്ടുള്ള വനിതകൾക്ക് ക്ഷേത്ര ദർശനത്തിന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള അനുമതി കൊടുക്കണം എന്നുള്ള മട്ടിൽ ഒരു വിധി പ്രസ്താവിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വിശ്വാസികളായിട്ടുള്ള ആരെങ്കിലും അവിടെ ചെന്നാൽ എന്നാണ് പറയുന്നത്. പക്ഷേ കോടതിയുടെ വിധിയിൽ ഒരിക്കലും നിർബന്ധമായിട്ടും അവിടെ വനിതകളെ കയറ്റിയേ പറ്റൂ എന്ന് പറയുന്ന രീതിയിലല്ലല്ലോ വിധി വന്നിരുന്നത്. വിശ്വാസികളായിട്ടുള്ള വനിതകൾ വരികയാണെന്നുണ്ടെങ്കിൽ അവരെ പ്രവേശിപ്പിക്കണം, അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കണം. ആരും ചെന്നില്ല, വിശ്വാസികൾ ചെന്നില്ല എന്നാണ് പറഞ്ഞത് ബോമൻ. കാരണം വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ആചാരങ്ങളും അതിൻ്റെ അനുഷ്ഠാനങ്ങളും ഒക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് വിശ്വാസം ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ യുവതികൾക്ക് പ്രവേശനമില്ല എന്നുള്ളതാണ് അവിടെ ആചാരമെങ്കിൽ അവിടെ അയ്യപ്പ വിശ്വാസിയായിട്ടുള്ള ഒരു പെൺകുട്ടി തീർച്ചയായിട്ടും അത് മനസ്സിലാക്കും. അതുകൊണ്ടാണ് അവർ വിശ്വാസിയാവുന്നത്, അല്ലേ? സ്വാഭാവികമായിട്ടും അവിടെ പോവില്ല. അവിടെ പോയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പക്ഷേ പോവാതിരിക്കുന്നത് ഒരു സഹജീവി സ്നേഹമാണ്. അത് തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ വിശ്വാസത്തെയും താല്പര്യങ്ങളെയും മാനിക്കുന്ന അത്രയും പുരോഗമന ബുദ്ധി നിറഞ്ഞ ഒരു നീക്കമായിരിക്കും. അങ്ങനെ ആര് മാനിച്ചാലും. പക്ഷേ അതിന് പകരമായിട്ട് ചെയ്തത് അതിനെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് നമ്മളുടെ CPM ശ്രമിച്ചു, DYFI ശ്രമിച്ചു, ഇടത് സംഘടനകൾ ശ്രമിച്ചു. അതിന്റെ കൂടെ മതസ്ഥകളായിട്ടുള്ള ഒരുപാട് വനിതകൾ ആ വനിതാ മതിലിൽ പങ്കുചേർന്നു, കണ്ണികളായി, അത് മതവേഷത്തിൽ. അത് ക്രൂരതയാണെന്നാണ് ബോമന്റെ ഒരു തോന്നൽ. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം ആ മതസ്ഥകൾ ആലോചിക്കണം, പല പള്ളികളിലും ഞങ്ങൾക്ക് പ്രവേശനമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ബലാത്കാരമായിട്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ശബരിമലയിൽ കൊണ്ടുപോയി കയറ്റുമ്പോൾ അത് വിശ്വാസികളായിട്ടുള്ള ആ സമുദായത്തിൽപ്പെട്ട വിശ്വാസികൾക്ക് തീർച്ചയായിട്ടും മനപ്രയാസം ഉണ്ടാക്കും. അതിന് ഞങ്ങൾ കാരണമാകരുതെന്ന് വിചാരിക്കാൻ ഒരു മതസ്ഥകളും അവിടെ തയ്യാറായില്ല. അല്ലെങ്കിൽ അവർക്കങ്ങനെ തയ്യാറാകാൻ കഴിയുന്ന ഒരു സാഹചര്യം, ഒരു സ്വാതന്ത്ര്യം, ഒരു അനുവാദം അവരുടെ മതപുരുഷന്മാർ നൽകിയില്ല, അല്ലെങ്കിൽ മാർക്സിസ്റ്റുകൾ നൽകിയില്ല. ഒരു തെറ്റായിപ്പോയി എന്ന് പോങ്ങൻ ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ പെൺകുട്ടികളെ അവരുടെ പള്ളികളിൽ കയറ്റണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ അഭിപ്രായം മറ്റുള്ളവർ പറയുന്നത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അവർ കലാലയത്തിലേക്ക് എത്തി. പിറ്റേ ദിവസം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അവർ ചെയ്തു. രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമായപ്പോഴേക്കും അവർ ഒന്നിച്ച് നിസ്കരിക്കാൻ തുടങ്ങി. ആ ഒന്നിച്ച് നിസ്കാരം തുടങ്ങിയതോടുകൂടി
ക്ലാസ്സിലുള്ള വ്യത്യസ്തങ്ങളായ കുട്ടികൾ വീട്ടിൽ നിന്ന് ഷാള് കൊണ്ടുവരാൻ തുടങ്ങി. അവർ നിസ്കാരം തുടങ്ങി. ക്ലാസിന്റെ പകുതി നിസ്കാരമായി. ഒരു ക്ലാസിന്റെ 3/4 ഭാഗവും ബെഞ്ചും ഡെസ്കും മാറ്റുന്നുള്ള ലുഹറിന്റെ സമയത്ത് നിസ്കാരമായി. അവസാനം പി ടി എ കൂടി അധ്യാപകരും എല്ലാവരും കൂടി തീരുമാനിച്ച് ഞങ്ങളുടെ മക്കൾക്ക് നിസ്കരിക്കാൻ സംവിധാനം വേണമെന്ന് പറഞ്ഞു. ഇന്ന് ആ കലാലയത്തിൽ 150 പെൺകുട്ടികൾക്ക് നിസ്കരിക്കാനുള്ള പള്ളി കയറ്റി. 3 പെൺകുട്ടികൾ. അള്ളാഹുവിന്റെ കൂടെ ഞങ്ങൾ ആരും ഈ കലാലയത്തിൽ ആരും ഒപ്പല്ലെങ്കിലും ഞങ്ങൾ 3 പേരും ദീനിന്റെ മാർഗത്തിൽ നിൽക്കുന്നു പ്രഖ്യാപിച്ചപ്പം അള്ളാഹ് കൊടുത്ത സമ്മാനാണ്. സുഹൃത്തുക്കളായ 4 കുട്ടികളെ നമസ്കാര റൂമിൽ നിന്ന് നമസ്കരിക്കാണ്ട് ഇറക്കി വിട്ടു. നമസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതാണ് നമസ്കരിക്കാൻ വേണ്ടി ഒരു റൂം പോലും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതാണ് ഇപ്പൊ നിലവിലെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണം. ഈ ഭാരതം എന്ന് പറയുന്നത് മതത്തിന്റെ പേരിൽ പലതായി വിഭജിച്ചു പോയിട്ടുള്ള ഒരു ഭൂമിയാണ്. നമ്മുടെ 2 വശത്തും 2 മതരാഷ്ട്രങ്ങൾ കിടപ്പുണ്ട്. നമ്മളുടെ മണ്ണ് തന്നെ ഭാഗം മേടിച്ചു പോയതാണ് മതത്തിന്റെ പേരിൽ. സാഹോദര്യം ഉപേക്ഷിച്ചുകൊണ്ട്, ശത്രുത സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ സഹോദരങ്ങൾ പോവുകയാണ് ചെയ്തത്. അത് നമ്മളുടെ മണ്ണായിരുന്നു. അവിടെ ഉള്ളത് നമ്മളുടെ ആളുകളായിരുന്നു, നമ്മളുടെ സഹോദരങ്ങൾ തന്നെയായിരുന്നു. പക്ഷേ ഞങ്ങൾ വേറെ മതസ്ഥരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ രാജ്യം വേണം എന്നുള്ള മട്ടിൽ തന്നെ പോയി അത് മതരാഷ്ട്രമായി മാറി ഭാഗം വാങ്ങി പോയി കഴിഞ്ഞു. അവശേഷിക്കുന്ന ആളുകൾ ഇവിടെയുള്ള മുസൽമാന്മാർ തീർച്ചയായിട്ടും വളരെ ആദരവോടുകൂടി പൊങ്ങൻ കാണുന്നു അവരെ. കാരണം ഇന്ത്യ മഹാരാജ്യത്ത് സ്വന്തം ഇഷ്ടപ്രകാരം നിന്നതാണെങ്കിലും മറ്റു മാർഗമില്ലാതെ നിന്നതാണെങ്കിലും ഈ രാജ്യത്ത് നിൽക്കുന്ന ഇന്ത്യക്കാരായിട്ടുള്ള മുസൽമാന്മാർ തീർച്ചയായിട്ടും അവർക്ക് മതത്തേക്കാൾ കൂടുതൽ ദേശീയ ബുദ്ധി ഉണ്ടായതുകൊണ്ടായിരിക്കാം അവർ മാതൃ രാജ്യത്ത് തന്നെ തുടർന്നത് എന്നാണ് പോങ്ങന്റെ ഒരു വിചാരം. അതങ്ങനെ തന്നെയാണ് തുടരേണ്ടത്. അപ്പോഴും മാത്രമേ നമ്മളുടെ മതേതരത്വം അങ്ങനെ തന്നെ നിലനിൽക്കുള്ളൂ. അതല്ലാതെ പാകിസ്ഥാനിലേക്ക് പോയിട്ടുള്ള മതവാദികളുടെ ഒരു ചെറു കഷ്ണം തന്നെയാണ് ഇവിടെ അടർന്നു വീണ് കിടക്കുന്നതെങ്കിൽ ഇവിടെ കിടന്നുകൊണ്ട് മറ്റേതെങ്കിലും നിലയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി പ്രശ്നങ്ങളുണ്ടാക്കി ഈ മണ്ണിന്റെ ഒരു ഭാഗവും കൂടി വീണ്ടും വളർന്ന് വിഘടിച്ച് ഒരു ജീവിയിൽ നിന്ന് തന്നെ പല ജീവികളായിട്ട് മാറുന്ന രീതിയിൽ അങ്ങനെ പെരുകി ഓരോ രാഷ്ട്രമായിട്ട് നുറുങ്ങു കഷ്ണങ്ങളായിട്ട് പോകുന്ന രീതി എന്ന് പറഞ്ഞത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇനി അത് ഈ മഹാരാജ്യത്തിനാകെ അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ അവശേഷിക്കുന്ന ഒരു സമൂഹത്തിന് ഈ മണ്ണേ ഇനി ഉള്ളൂ. അത് മനസ്സിലാക്കണം നമ്മൾ. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഇന്ദിശബാല് എന്റെ മുന്നിൽ ഒരു സ്റ്റോപ്പ് വാച്ചുമായിട്ട് നിൽക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. അദ്ദേഹത്തെ വിഷമിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ വേഗം പറഞ്ഞു തീർക്കാം. പിന്നെ നമ്മുടെ നൌഷാദ് അറക്കലും അതുപോലെ തന്നെ ഫസൽ കാരാട്ടിനെ വിളിച്ചിട്ടുള്ള നിർമ്മല കോളേജിലെ കിളിന്ത് സുഡൂട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ കൊതത്തിനുള്ള പ്രാധാന്യം പോലും അതല്ലെങ്കിൽ അവകാശം പോലും നമ്മുടെ ഒന്നും മതത്തിന് സാമൂഹ്യ ജീവിതത്തിൽ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു മതേതര രാഷ്ട്രമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലായിടത്തും നമുക്ക് മതം കൊണ്ടു നടക്കാൻ പറ്റും എന്നുള്ളതല്ല. കൊതം എവിടെയും കൊണ്ടുപോകാം. കൊതം കൂടാതെ വരണം എന്ന് പറഞ്ഞ് ഒരിടത്തും ആരും ക്ഷണിക്കപ്പെടുകയുമില്ല, ആരും ക്ഷണിക്കുകയുമില്ല. എവിടെയും നമുക്ക് കൊതം കൊണ്ട് ചെല്ലുകയും ചെയ്യാം. നമ്മൾക്ക് എവിടെയൊക്കെ പ്രവേശനമുണ്ടോ അവിടെയെല്ലാം നമ്മളുടെ കൊതത്തിനും ചെല്ലാം. എന്നാൽ മതത്തിനത് പറ്റില്ല. മതം ഒഴിവാക്കേണ്ട ചില ഇടങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് ആ കലാലയത്തിൽ 150 പെൺകുട്ടികൾക്ക് നിസ്കരിക്കാനുള്ള പള്ളി കയറ്റി. മതം ഒഴിവാക്കേണ്ടതായിട്ടുള്ള സാമൂഹ്യ ജീവിതം നമുക്ക് നയിക്കേണ്ട സന്ദർഭങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ രാഷ്ട്രത്തിൽ ഉണ്ടാകുന്നുണ്ട്. അത് മനസ്സിലാക്കാനുള്ള വിവരവുമാണ് നമ്മൾ ഓരോരുത്തരും പ്രകടിപ്പിക്കേണ്ടത്. അവർ കലാലയത്തിലേക്ക് എത്തി. പിറ്റേ ദിവസം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അവർ ചെയ്തു. നിർമ്മല കോളേജിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾ അവരുടെ കൊതവുമായിട്ട് പോകാം, മതവുമായിട്ട് പോകുന്നത് ശരിയല്ല. പഠിക്കാനായി പോവാം, പ്രാർത്ഥിക്കാനായി പോകുന്നത് മര്യാദയല്ല. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ പോങ്ങൻ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇതൊരു മതേതര രാഷ്ട്രമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ചില അവകാശങ്ങളുണ്ട് എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവരോട് പറയാം, നിങ്ങളുടെ കൊതത്തിനുള്ള അവകാശമോ കൊതത്തിനുള്ള പ്രാധാന്യമോ നിങ്ങളുടെ മതത്തിനില്ല. ചിലയിടങ്ങളിൽ മതം മാറ്റിവെക്കണം, എന്നിട്ട് സാമൂഹ്യ ജീവിതം നയിക്കണം. മതജീവിതം എല്ലായിടത്തും കഴിയില്ല, അത് പാടില്ല. അതുകൊണ്ട് കോളേജിലേക്ക് പോകുന്ന കുട്ടികൾ തീർച്ചയായിട്ടും പഠിക്കാൻ പോകണം. അവർക്ക് കൊതവുമായിട്ട് പോവാം, മതവുമായിട്ട് അവിടെ പോകാൻ പാടില്ല. അതാണ് പോങ്ങന്റെ ഒരു മനസ്സിലാക്കൽ. ഒരു നല്ല അർത്ഥത്തിൽ തന്നെ ആയിരിക്കും നിങ്ങളൊക്കെ അത് എടുക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അതിനകത്ത് ഒരു ദുഷ്ടും പറയുന്നില്ല, വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. ഇനി ഇവിടുത്തെ നിയമങ്ങൾ അനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഇവിടെയുള്ള സഹജീവികളെ മാനിക്കാൻ പ്രയാസമുണ്ട്, ഇതര മതസ്ഥരെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അവരുടെ ഇടങ്ങളിൽ പോലും സ്വന്തം മതകാര്യങ്ങൾ മാത്രമേ നിറവേറ്റാൻ സാധിക്കുന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഈ മണ്ണിന് യോജിക്കുന്ന ആൾക്കാരല്ല. സ്വാഭാവികമായിട്ടും ഈ മണ്ണ് മതസ്ഥർക്കായി പങ്കിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സഹോദരങ്ങൾക്ക്, മതസ്ഥരായിട്ടുള്ള നമ്മളുടെ സഹോദരങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ബംഗ്ലാദേശുണ്ട്, അതുപോലെ തന്നെ പാകിസ്ഥാനുണ്ട്.
തീർച്ചയായിട്ടും മതസ്ഥരായിട്ടുള്ള ആളുകൾക്ക്, ഇവിടുത്തെ സഹജീവികളെ അംഗീകരിക്കാൻ കഴിയാത്തവർ, ഇവിടുത്തെ സാമൂഹ്യ ജീവിതം പ്രയാസമാണ്, നയിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക്, മനുഷ്യർക്കപ്പുറത്തേക്ക് മതത്തിന് മാത്രമേ പ്രാധാന്യം കൊടുക്കാൻ കഴിയൂ എന്ന് പറയുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും സന്തോഷത്തോടു കൂടി തന്നെ അവർ ആ രാജ്യത്ത് പോയി പാർക്കുക, മതജീവിതം നയിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല കാര്യം. ഈ നൗഷാദ് അറക്കലും അതുപോലെ തന്നെ നിർമ്മലയിലെ പ്രാർത്ഥിക്കാൻ മുട്ടി നടക്കുന്ന വിദ്യാർത്ഥിനികളുമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മണ്ണിൽ ജീവിക്കുകയും ആ മണ്ണിൽ വേരൂന്നി വളരുകയും ചെയ്യേണ്ട ആളുകളാണെന്നുള്ളതാണ് സത്യം. ശരിക്കും പറഞ്ഞാൽ അവർ മതസ്ഥരാണ് പരിപൂർണമായിട്ടും. അവർ ഭാരതത്തോട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കൂറ് പുലർത്തുന്ന ആളുകളല്ല. ഈ ഒരു മതേതരത്വത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ലച്ചോ എന്ന് പറയുമ്പോൾ ഈ ഒരു സംഭവം നടന്നില്ലെങ്കിൽ പോലും അവർ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന കൂട്ടരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുള്ള ബുദ്ധി അവർക്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവരവരുടെ മതത്തിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് ഈ രാജ്യത്തെക്കാളും ഇവിടുത്തെ നിയമത്തെക്കാളും സ്വന്തം മതത്തിന്റെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. അവർ മതരോഗികളാണ്. നമ്മളുടെ ഈ ദേശത്തോടോ നമ്മളുടെ സഹജീവികളോടോ ഒന്നും യാതൊരു കൂറും ആത്മാർത്ഥതയും പുലർത്താൻ കഴിയാതെ ഇപ്പോഴും മതജീവിതം മാത്രം നയിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഏതെങ്കിലും മതരാഷ്ട്രത്തിലാണ് വളരേണ്ടത്. അതാണ് അതിൻ്റെ ശരി എന്ന് പറയുന്നത്. അത് അവർക്കും നല്ലതാണ്, ഇവിടെയുള്ള മനുഷ്യർക്കും നല്ലതാണ്. അതിന് ഭാരത സർക്കാർ തീർച്ചയായിട്ടും അവരുടെ നയതന്ത്രത്തിന്റെ കരുത്തുപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന മതരാഷ്ട്രങ്ങളുമായി കൂടിയാലോചിച്ച്, എനിക്ക് തോന്നുന്നു നമ്മളുടെ ഈ രാജ്യത്തിന് UAE പോലുള്ള അല്ലെങ്കിൽ മറ്റേത് അറബ് രാഷ്ട്രങ്ങൾ, ഏത് ഇസ്ലാം ഭൂരിപക്ഷമുള്ള മതരാഷ്ട്രങ്ങളിലും വളരെ സൗഹൃദപരമായിട്ടുള്ള ഒരു ബന്ധം പുലർത്തുന്ന കൂട്ടരാണ് നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഭാരതത്തിന്റെ നയതന്ത്ര ബന്ധം ഉപയോഗിച്ചുകൊണ്ട്, അവരുമൊക്കെ ആയിട്ടുള്ള സഹകരണ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെയുള്ള മതസ്ഥരായിട്ടുള്ള ഈ മണ്ണിൽ കഷ്ടകാലം കൊണ്ട് ശരീരം മാത്രം ഇവിടെയും മനസ്സും വിശ്വാസവും എല്ലാം മറ്റു മതരാഷ്ട്രത്തിലും ആണ് കഴിയുന്നതെങ്കിൽ അങ്ങനെയുള്ള നമ്മുടെ സഹോദരങ്ങളെ തീർച്ചയായിട്ടും ആ മതരാഷ്ട്രങ്ങളിലേക്ക് പറഞ്ഞുവിടുകയും അവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ ഈ മഹാരാജ്യത്ത് വന്ന് ഒരു ദേശീയ ബുദ്ധിയോടുകൂടി മാനവിക ബോധത്തോടുകൂടി പാർക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഇവിടേക്കും കൊണ്ടുവന്ന് സമാധാനമായിട്ട് കഴിയാൻ വേണ്ടുന്ന സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ഭൂമി എന്ന് പറഞ്ഞ് എന്തുമാത്രം ദൈവസമ്പത്തുള്ള ഒരു സമൂഹം പാർക്കുന്ന ഒരു ഭൂമിയാണ് അല്ലേ? എന്തുമാത്രം ദൈവമാണ് ഹൈന്ദവർക്കുള്ളത്. ഇതൊന്നും വേണ്ട, അവനവനും ദൈവമായിട്ട് ജീവിക്കാം, ആരും ഒരു പരാതിയും പറയില്ല. എലിയും പാമ്പും പഴുതാരയും തേളും എല്ലാം നമുക്ക് ദൈവമാണ്. മരം ദൈവമാണ്, ഇടിയും ദൈവമാണ്, മിന്നൽ ദൈവമാണ്, മഴ ദൈവമാണ്, കടൽ ദൈവമാണ്, കാറ്റ് ദൈവമാണ്, എല്ലാം നമുക്ക് ദൈവമാണ്. എന്തുമാത്രം ദൈവങ്ങളുള്ള ദൈവസമ്പത്തുള്ള ഒരു സമൂഹമാണ് നമ്മൾ. ഈ രാജ്യത്തെ ഹൈന്ദവരൊക്കെ വർഗീയവാദികളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചരിത്രം അറിയാത്തത് കൊണ്ട് മാത്രമാണ്. ഇവിടേക്ക് വന്ന മതസ്ഥർക്ക് പള്ളി പണിയാനുള്ള ഭൂമിയും കൊടുത്ത് കൂടെ പ്രാർത്ഥിക്കാൻ നമ്മുടെ ആൾക്കാരെയും വിട്ടുകൊടുത്ത് ഇതര മതസ്ഥരായിട്ടുള്ള ആളുകളെ വളരെ സഹകരണ ബുദ്ധിയോടുകൂടി സമീപിക്കുകയും അവരെ സാഹോദര്യ ബുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു സമൂഹമാണ് ഹൈന്ദവ സമൂഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർക്ക് കൃഷ്ണനോടൊപ്പം ക്രിസ്തുവിനെ ചേർക്കുന്നതിനകത്തോ അതല്ലെങ്കിൽ മുരുകനോടൊപ്പം മുഹമ്മദിനെ ചേർത്ത് വെക്കുന്നതിനകത്തോ ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ നിങ്ങളുടെയൊക്കെ ദൈവം മോശവും ഞങ്ങളുടെ ദൈവം കേമത്തവും എന്ന് പറയുന്ന ഒരു സ്വഭാവം ഒരു ഹൈന്ദവനുമില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, സംഘികളാണ് ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതെന്ന് നിങ്ങൾ ആരോടെങ്കിലും പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ തന്നെ കബളിപ്പിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ ആരോ കബളിപ്പിച്ചതിന്റെ അനന്തരഫലവുമാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഹൈന്ദവരോളം സഹിഷ്ണുതയുള്ള ഒരു കൂട്ടർ വേറെയില്ല എന്ന് ലോകരാഷ്ട്രത്തിലുള്ള പല മനുഷ്യർക്കും, ബോധമുള്ള മനുഷ്യർക്കറിയാം. ഇവിടെ എല്ലാം സ്വീകരിച്ചിട്ടേ ഉള്ളൂ. കൃഷ്ണനൊപ്പം തന്നെ ക്രിസ്തുവിനെ സ്വീകരിക്കാനും മുരുകനൊപ്പം തന്നെ മുഹമ്മദിനെ സ്വീകരിക്കാനും കഴിയുന്ന ഒരു സമൂഹത്തിന് എന്തു മതബോധമുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്? ഹിന്ദു എന്ന് പറഞ്ഞാൽ മതമില്ലാത്ത ആളുകൾ എന്ന് തന്നെയാണ് അർത്ഥം. ഹൈന്ദവർ എന്ന് പറഞ്ഞാൽ മതമില്ലാത്തവർ എന്ന് തന്നെയാണ് അർത്ഥം. അതുകൊണ്ടാണ് എനിക്കും ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും യാതൊരു വിധത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. നിങ്ങൾ ഈ ഏകദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പം ഏകദൈവം എന്ന് പറയുന്നത് തന്നെ ജനാധിപത്യ വിരുദ്ധമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ളവരെയും കൂടി ഉൾക്കൊള്ളും. നമ്മളും മാത്രമല്ലല്ലോ ഈ ലോകത്തുള്ളത്. എല്ലാവർക്കുമുണ്ട് ചിന്തകൾ, എല്ലാവർക്കുമുണ്ട് ജീവിതം, എല്ലാവർക്കുമുണ്ട് താല്പര്യങ്ങൾ, എല്ലാവർക്കുമുണ്ട് കാഴ്ചപ്പാടുകൾ. ഓരോരുത്തരും അവരവരുടെ വിശ്വാസങ്ങളിൽ ജീവിക്കാനുള്ള അനുവാദമാണ് കൊടുക്കേണ്ടത്. നിങ്ങളിങ്ങനെ ആധിപത്യ ബുദ്ധി കാണിച്ചുകൊണ്ടിരിക്കരുത്. എവിടെ ചെന്ന് കഴിഞ്ഞാലും ഞങ്ങളുടെ ഒരു അവകാശം നേടിയെടുക്കാൻ, ഈ അവകാശം എന്ന് പറയുന്നത് അവകാശം വിട്ടുകൊടുക്കാൻ കൂടിയുള്ളതാണ്, നേടിയെടുക്കാൻ മാത്രമുള്ളതല്ല. ഒരു ക്രൈസ്തവ സഭ നടത്തുന്ന കോളേജിൽ പോയിട്ട് ഞങ്ങളുടെ അവകാശമാണ് പ്രാർത്ഥിക്കാൻ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല, ഇപ്പം ഞങ്ങൾക്കും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ബാലിശമായിട്ടുള്ള ചിന്തയാണ്. ഇതൊക്കെ മാറ്റിവെക്കുക. ക്രൈസ്തവരൊക്കെ പറഞ്ഞാൽ ഒരുപാട് സാഹോദര്യ ബുദ്ധിയുള്ള ഒരു സമൂഹമാണ്. അനുഭവിച്ചറിഞ്ഞിട്ടാണ് പോകേണ്ടത് പറയുന്നത്. ഇപ്പം പാലായിലൂടെ നടക്കുന്നത് പോലെ അല്ല, പേട്ടയിലൂടെ, ഈരാറ്റുപേട്ടയിലൂടെ ഒന്ന് പോയി നടക്കണം. രോമത്തിൽ മതം, വസ്ത്രത്തിൽ മതം,
എവിടെയാണ് മതമില്ലാത്തത്? എന്തിലാണ് മതമില്ലാത്തത്? എന്തിലും മതം പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വലിയ പറ്റം ആൾക്കൂട്ടത്തിന്റെ ഇടയിലൂടെ നമ്മൾ പോകുമ്പോൾ അവിടെ നമ്മൾ തീർച്ചയായിട്ടും വേറെ എവിടെയോ, അഫ്ഗാനിസ്ഥാനിലാണോ ചെന്നുപെട്ടത്, സിറിയയിലാണോ ചെന്നുപെട്ടത്, എവിടാണ് പോയതെന്ന് നമുക്കറിയാൻ മേലാത്തൊരു സ്ഥിതി ഉണ്ടാവും. ഹൃദയതാളമൊക്കെ ഒന്ന് വ്യത്യാസപ്പെടും, ദ്രുതഗതിയിലാവും നമ്മുടെ താളം. അതാണ് അവസ്ഥ. എന്തു പറയാൻ പറ്റും നമുക്ക്? ഇത് ഒരു പട്ടാള ചിട്ടയോടുകൂടി ഇങ്ങനെ അടിമ ബുദ്ധിയോടുകൂടി അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നാളെ ളുഹറിന് ശേഷം ഭക്ഷണം കഴിച്ച് എല്ലാവരും സ്വാഭാവികമായി ഉച്ചക്ക് ഇങ്ങനെ നാട്ടുവർത്തമാനങ്ങളോ ഗ്രൗണ്ടിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ ഒതുണ്ടാക്കുക, വീട്ടിൽ നിന്ന് ചെറിയൊരു ഷാൾ കൊണ്ടുവരാം, 3 പേരും അവനവന്റെ ക്ലാസ്സിൽ നിന്ന് ശാന്തമായി സമാധാനപരമായി ആരും വിളിക്കാതെ ഒന്നും പറയാതെ ഏറ്റവും ക്ലാസിന്റെ ബാക്കിൽ കിബിലക്ക് നേരെയായിട്ട് നിസ്കരിക്കുക. 2-3 ദിവസം കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ നിങ്ങൾ 3 പേരും ഒന്നിച്ച് ജമാഅത്തായി നിസ്കരിക്കുക. ബാക്കി അള്ളാഹു നോക്കും. ഇപ്പോൾ തന്നെ ഇവിടെ നോക്കുക, ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കുകയല്ലേ ചെയ്യുന്നത്? ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കിയെടുക്കുക. അപ്പം ഒരു മതം ഇവിടെ വന്നവരെ മുഴുവൻ സ്വീകരിച്ച ആളുകൾ അവരൊക്കെ വർഗീയവാദികളാണ്. ഹിന്ദു എന്ന് പറഞ്ഞാൽ വർഗീയവാദികളാണെന്നും സംഘികൾ എന്ന് പറഞ്ഞാൽ എന്തോ ഘോര രാക്ഷസന്മാരാണെന്നും ഒക്കെ പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞത് ദുഷ്ടബുദ്ധിയോടുകൂടിയാണ്. കമ്മ്യൂണിസ്റ്റുകളെ ഞാൻ ഇക്കാര്യത്തിൽ ഒന്നും പറയുന്നില്ല. ഹിന്ദികൾ പോട്ടെ, അവരെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊരു ക്രൈസ്തവ ഭൂരിപക്ഷ പ്രദേശത്ത് ജനിച്ചു വളർന്ന ഒരു ഹിന്ദുവാണ്. എന്തൊരു സന്തോഷത്തോടെയും സമാധാനത്തോടെയാണ് ഞാൻ അവിടെ കഴിഞ്ഞതെന്നറിയാം. എനിക്ക് ഒരിക്കലും എൻ്റെ സംസ്കൃതിക്കോ എൻ്റെതായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിന് ഒരു ഭീഷണിയുമില്ല. ഭയങ്കര സഹകരണ ബുദ്ധിയോടുകൂടി എനിക്ക് ഞാനായിട്ട് വളരാൻ കഴിയുന്ന എല്ലാ സാഹചര്യവും ആ നാട്ടിൽ എനിക്ക് കിട്ടി, പാലായിൽ കിട്ടി. എൻ്റെ ചുറ്റുവട്ടത്തുള്ള ക്രൈസ്തവ കുടുംബങ്ങളുമായിട്ട് സഹകരിച്ചുകൊണ്ട് അവരുടെ സഹായങ്ങളും സഹകരണങ്ങളും ഭക്ഷണവും അവരുടെ പരിഗണനയും അവരുടെ കരുതലും അവരുടെ തലോടലും സ്നേഹവും അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് പോകാൻ വളർന്നു വന്നത്. സ്വർഗതുല്യമായിട്ടുള്ള ഒരു കാലമായിരുന്നു എനിക്കുള്ളത്. അപ്പം ഞാനൊരിക്കലും എന്നെ ഹൈന്ദവനായിട്ടല്ല ക്രൈന്ദവനായിട്ടാണ് കരുതിയിട്ടുള്ളത്. ഞാനൊരു ക്രൈന്ദവനാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതൊരു ക്രൈന്ദവ ഭാരതം തന്നെ ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്പോഴത്തെ ഈ നൗഷാദ് അറക്കലിനെയും ഒക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ക്രൈന്ദവ ഭാരതമാണ്. ഹൈന്ദവ ഭാരതം ആവേണ്ടതല്ല, ക്രൈന്ദവ ഭാരതമാണ് ആകേണ്ടതെന്ന് പലപ്പോഴും പറയും. ക്രൈസ്തവർ ഭയങ്കരമായിട്ട് മതം മാറ്റത്തിന്റെ ആൾക്കാരാണെന്ന്. ചുമ്മാതാണ്. ഒന്ന് കാനേഷുമാർ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ക്രൈസ്തവരുടെ വളർച്ച എന്ന് പറഞ്ഞാൽ കീഴോട്ടാണ് സംഭവിക്കുന്നത്. 1% അവർ തളർന്നു പോവുകയാണ് ചെയ്യുന്നത്. അവർ ഇത്രയും മതം മാറ്റിയിട്ടും ഇതാണ് അവസ്ഥയെന്നുണ്ടെങ്കിൽ അത്രയും ന്യൂനപക്ഷമായതുകൊണ്ടാണ് ഞാൻ ആ സമൂഹത്തെ അങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ രാജ്യത്തെ ക്രൈന്ദവ ഭാരതമായിട്ട് സങ്കല്പിക്കുന്നത്, കണക്കാക്കുന്നത്. കാരണം അവരെ അത്രയും ചേർത്ത് വെക്കേണ്ട ഒരു സമുദായമാണ്. കാരണം അത്രമേൽ സാഹോദര്യ ബുദ്ധിയുള്ള, അത്രയും സഹകരണ ബുദ്ധിയുള്ള, അത്രയും സ്നേഹമുള്ള ഒരു കൂട്ടരാണ്. ഈ നാടിന് ഒരുപാട് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ആളുകളുമാണ് ക്രൈസ്തവർ എന്ന് പറയുന്നത്. അറിഞ്ഞോ അറിയാതെയോ ഒക്കെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസമായാലും നമ്മുടെ ആരോഗ്യരംഗമായാലും ഒക്കെ തന്നെ ഇത്രത്തോളം ഉയർന്നു വന്നതിനകത്ത് ക്രൈസ്തവ സമൂഹത്തിനും ക്രൈസ്തവ മിഷണറിമാർക്കുമുള്ള പങ്ക് ചെറുതുമല്ല. അതുകൊണ്ട് ഇതിനെ ഞാനെപ്പോഴും ക്രൈന്ദവ ഭാരതമായിട്ട് തന്നെയാണ് കാണുന്നത്. നമുക്ക് വിഷം തരാനായുന്നവരെക്കാൾ നമ്മളെ ആശ്ലേഷിക്കാൻ ശ്രമിക്കുന്ന ആളുകളോടാണ് നമ്മൾ കൂടുതൽ പരിഗണന കാണിക്കേണ്ടത്. അതുകൊണ്ട് ഇത് ക്രൈന്ദവ ഭാരതമായിട്ട് തന്നെയാണ് പോകാൻ ഇതിനെ മനസ്സിലാക്കുന്നത്. കുറച്ചുകൂടിയൊക്കെ ഒരു ശക്തമായിട്ടുള്ള ഒരു ഫാസിസ്റ്റ് ബുദ്ധി ഈ 3ാം മോദി സർക്കാരെങ്കിലും കാണിക്കുക എന്ന് പറയുന്നത് അത് ഈ നാട്ടിലെ സമാധാന പ്രേമികളായിട്ടുള്ള ആളുകളോട് ചെയ്യുന്ന ഏറ്റവും ഒരു നന്മയായിരിക്കും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഈ നൗഷാദ് അറക്കലിനെ പോലുള്ള ആളുകളെയൊക്കെ നമ്മുടെ നയതന്ത്ര ബന്ധം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ലോകരാഷ്ട്രങ്ങളുമായിട്ടുള്ള ഒരു സഹകരണ സൗഹൃദ ബുദ്ധിയും അതുപോലെ തന്നെ UAE ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളുമായിട്ട് ഭാരതം പുലർത്തുന്ന സാഹോദര്യ ബുദ്ധിയും ഭാവവും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഇതുപോലുള്ള ആളുകളെ പിടിച്ച് ഏതെങ്കിലും ഒരു മതരാഷ്ട്രത്തിൽ കൊണ്ടുപോയിട്ട് നേരം വെളുക്കുന്ന നിമിഷം മുതൽ അസ്തമിക്കുന്നത് വരെ ഇവന്മാരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക, തലങ്ങും വിലങ്ങും അവിടെയിട്ട് പ്രാർത്ഥിപ്പിക്കുക, ഇവന്മാരെ പൊറുതി മുട്ടിക്കുക, പ്രാർത്ഥന കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് ഇവന്മാരുടെ പരിപ്പിളക്കണം, ആ അവസ്ഥ ഉണ്ടാക്കണം. ഇന്ന് ആ കലാലയത്തിൽ 150 പെൺകുട്ടികൾക്ക് നിസ്കരിക്കാനുള്ള പള്ളി കയറ്റി. 3 പെൺകുട്ടികൾ അള്ളാഹുവിന്റെ കൂടെ ഞങ്ങൾ ആരും ഈ കലാലയത്തിൽ